മലയാളത്തിൽ നമുക്ക് കാണാവുന്ന നല്ല കിഡിലൻ തെലുഗു ത്രില്ലർ സിനിമകളാണ് ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മലയാളം ഡബ്ഡ് വേർഷൻ അല്ല, മലയാളം സബ് ടൈറ്റിൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ആക്ച്വലി ഈ ഒരു വീഡിയോ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ 5 കിഡിലൻ ത്രില്ലർ സിനിമകൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഋഷി എന്നു പേരുള്ള ഒരു NRI ഇന്ത്യയിലേക്ക് വരികയാണ്. തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയെന്നും സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പഴയ കാമുകിയാണ് ഋഷിയെ നാട്ടിലേക്ക് വീണ്ടും വിളിക്കുന്നത്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കുട്ടിയുള്ള വിവരം ഈ കാമുകിക്ക് മാത്രമേ അറിയൂ. വേറെ ആരും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല. ഈ തല പെരുപ്പിക്കുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് 2016 പുറത്തിറങ്ങിയിട്ടുള്ള ക്ഷണം എന്ന് പറയുന്ന സിനിമ. ഗൂഢാചാരി, ഏവരു തുടങ്ങിയ സിനിമകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതിവിശേഷമാണ് ഈ ഒരു സിനിമയിൽ നായകൻ. ആ പടങ്ങൾക്കൊക്കെ മുമ്പ് വന്നിട്ടുള്ളൊരു സിനിമയാണ്. നല്ല രസമായിട്ട് നല്ല എൻഗേജിംഗ് ആയിട്ട് കാണാവുന്ന ഒരു സൂപ്പർ ത്രില്ലർ പടമാണിത്. അടുത്തത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. ഈ കോമഡിയും ത്രില്ലറും കൂടി ചേരുമ്പോൾ അതൊരു അടാറ് കോമ്പിനേഷനാണെന്ന് കാണിച്ചു തരുന്നൊരു സിനിമയാണിത്. അതായത് ഇത് രണ്ടും നല്ല കറക്റ്റ് മീറ്ററിൽ വർക്കൗട്ടായിട്ടുള്ളൊരു പടമാണ്. 2019 പുറത്തിറങ്ങിയിട്ടുള്ള മത്തു വദലര എന്ന് പറയുന്ന സിനിമ. 2 ഡെലിവറി ബോയ്സിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അവരൊരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റിലേക്ക് പോകുന്നതും അവിടെ അവർ ചെന്ന് ചാടുന്ന കുഴപ്പങ്ങളും ഒക്കെ ആയിട്ട് പിന്നീട് ഒരു കൊലപാതകത്തിന് വരെ ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്കൊക്കെ ചെന്ന് ചാടുന്ന ഒരു കഥ പറയുന്ന സിനിമയാണ് മത്തു വദലര. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന, തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. അടുത്ത പടം അതിൻ്റെ മേക്കിംഗ് കൊണ്ടും സ്റ്റോറി കൊണ്ടും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ പടത്തിന് ചെറിയൊരു കുഴപ്പം കൂടിയുണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അതായത് ഇതിൻ്റെ കഥ നടക്കുന്ന ഒരു വില്ലേജിലാണ്. അവിടെ എല്ലാവർക്കും വേണ്ടപ്പെട്ട, വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ കൊല്ലപ്പെടുന്നു. വെറുതെ കൊല്ലപ്പെടുകയല്ല, ആളെ കത്തിച്ച് കരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൊലപാതകം അന്വേഷിക്കാനായിട്ട് കൽക്കി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുകയാണ്. ഈ കഥയാണ് 2019 പുറത്തിറങ്ങിയിട്ടുള്ള കൽക്കി എന്ന് തന്നെ പേരുള്ള സിനിമ പറയുന്നത്. ഇനി ഇതിലെ കുഴപ്പത്തിലേക്ക് വന്നാൽ, മെയിൻ പ്രോബ്ലം ഇതിലെ രാജശേഖർ എന്ന് പറയുന്ന ഇതിലെ മെയിൻ ഹീറോ ആണ്. പുള്ളി ഈ ഓവർ മേക്കപ്പും വിഗ്ഗും ഒക്കെ വെച്ചുകൊണ്ട് നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി പടം അതിൻ്റെ സ്റ്റോറി കൊണ്ടും മേക്കിംഗ് കൊണ്ടൊക്കെ ഇതിനൊക്കെ മറികടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ട്വിസ്റ്റുകളൊക്കെ കടന്നു വരുന്ന, രസമായിട്ട് കാണാവുന്നൊരു അന്വേഷണം ഒക്കെ കടന്നു വരുന്നൊരു ത്രില്ലർ പടമാണിത്. 2020 പുറത്തിറങ്ങിയിട്ടുള്ള ഹിറ്റ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹിറ്റ് യൂണിവേഴ്സിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള സിനിമയാണ് ഹിറ്റ് ദ സെക്കൻഡ് കേസ്. അതിവിശേഷമാണ് ഈ ഒരു സിനിമയിലെ നായകൻ. പുള്ളിയുടെ ത്രില്ലർ പടങ്ങൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഈ സിനിമയ്ക്കും തീർച്ചയായിട്ടും ഉണ്ട്. തലയും കൈയും കാലും ഒക്കെ അറുത്ത നിലയിൽ ഒരു പെൺകുട്ടിയുടെ ജഡം കിട്ടുന്നതും പിന്നീട് അതിനെ തുടർന്ന് വരുന്ന അന്വേഷണമൊക്കെയാണ് ഈ ഒരു സിനിമയിൽ. ഫസ്റ്റ് പാർട്ടിനോളൊന്നും വരില്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ട് നീങ്ങുന്ന ഒരു ത്രില്ലർ സിനിമ തന്നെയാണത്. നിങ്ങൾക്ക് ഒരു സാധാരണ സീരിയൽ കില്ലർ മിസ്റ്ററി പ്ലോട്ടിൽ വരുന്ന ക്ലീഷകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാമെങ്കിൽ കൂടി അത്യാവശ്യം രസമായിട്ട് കാണാവുന്ന ഒരു പടം തന്നെയാണ്. എനിക്ക് ഈ സിനിമ മോശമില്ലാത്തൊരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ഇനി ഈ പടങ്ങളുടെയൊക്കെ ലിങ്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.